സർ ഐ ഡോണ്ട് കെയർ എന്നല്ല സാർ ഈ സർക്കാരിന്റെ സമീപനം. ഐ ഡോണ്ട് കെയർ എന്നല്ല, വി കെയർ. എല്ലാവരെയും ഞങ്ങള് കാര്യം നോക്കും, എല്ലാവരുടെയും കാര്യം നോക്കുന്ന സർക്കാരാണ് സാർ ഇത്. സാർ ധാരാളം സംരംഭങ്ങൾ വരുന്നില്ലേ? അവിടെയാണ് വിഴിഞ്ഞത്തിന്റെയും റോഡിന്റെയും റെയിൽവേയുടെ എല്ലാം കാര്യം ഞാൻ പറഞ്ഞത്. ഓരോ പുതിയ സ്ഥാപനങ്ങൾ സാർ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ വെറുതെ വാചകം അടിച്ചു പോകാനല്ല, അതുകൊണ്ട് ആ തരത്തിൽ പറയാനേ അല്ല ഈ കാര്യങ്ങൾ പറയുന്നത്. അത് ഒരുമിച്ച് ഈ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കേരളം ധനപരമായ പ്രതിസന്ധിയിൽ എന്ന് ആരോപിച്ച് പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്ത് ഭരണപക്ഷം. അതിനെ അഭിനന്ദിച്ച് പ്രതിപക്ഷ നേതാവ്. എല്ലാ വകുപ്പുകളും ധനപ്രതിസന്ധിയിലാണെന്നും വി.ഡി. സതീശൻ. പ്രതിസന്ധി ഇല്ല എന്ന് കണക്ക് നിരത്തി ധനമന്ത്രി. ഓണത്തിന് ശമ്പളം കിട്ടാനുള്ള പതിവ് സമരങ്ങൾ എവിടെയെങ്കിലും കണ്ടോ എന്ന ധനമന്ത്രിയുടെ ചോദ്യത്തിന് മറുപടി ഉണ്ടായില്ല. കേന്ദ്രത്തിൻ്റെ നയങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, പക്ഷേ എല്ലാം നേരിടും എന്ന് ധനമന്ത്രി. പ്രമേയം സഭ തള്ളിയപ്പോൾ ഒരു ചോദ്യം ബാക്കി. കേരളത്തിൻ്റെ ധനപ്രശ്നങ്ങൾ ചർച്ചയാക്കിയ പ്രതിപക്ഷം എന്തേ അതിലെ ഒന്നാം പ്രതിക്ക് നേരെ, കേന്ദ്ര സർക്കാരിന് നേരെ ചെറുവിരൽ പോലും ഉയർത്തിയില്ല? പ്രതിപക്ഷം പ്രതിപക്ഷത്തോ? ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത് CPIM-ന് വേണ്ടി കെ ബാബു MLA, കോൺഗ്രസിന് വേണ്ടി അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, മാധ്യമപ്രവർത്തകനായ എ സജീവൻ. ഞാൻ കെ ബാബുവിലേക്ക് വരികയാണ്. ഈ സമ്മേളനത്തിൽ ചർച്ചയ്ക്കെടുത്ത 4ാമത്തെ അടിയന്തര പ്രമേയമാണ് ഇന്നത്തേത്. ഈ സഭ ആകെ ചർച്ചയ്ക്കെടുക്കുന്ന 17ാമത്തെ അടിയന്തര പ്രമേയം. ഇത്രയേറെ അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത മറ്റൊരു സർക്കാരും ഇല്ല എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇതൊരു സന്ദേശമാണ്, ഇത് ഈ സർക്കാരിൻ്റെ ഒരു സമീപനത്തിൻ്റെ സൂചനയാണ് എന്ന തരത്തിൽ പറയുന്നുണ്ടോ? അതോ യാദൃച്ഛികമായി വളരെ സജീവമായൊരു പ്രതിപക്ഷം അപ്പുറത്തുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ വന്നു ചേർന്നു എന്നാണോ? എന്താണ് ഭരണപക്ഷത്തിന് വേണ്ടി കെ ബാബു പറയുക? 1957 ശേഷമുള്ള നിയമസഭയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രൂപത്തിലാണ് ഏകദേശം 35-36 അടിയന്തര പ്രമേയങ്ങളാണ് ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 17 എണ്ണവും ഇന്ന് ഈ കേരളത്തിൽ ഭരിക്കുന്ന LDF ഗവൺമെൻറ്റിൻ്റെ, പ്രത്യേകിച്ച് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പ്രതിപക്ഷത്തിനുള്ളത് പറയേണ്ടത് പറയട്ടെ, ഭരണപക്ഷം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അത്തരം മികവുകൾ ജനങ്ങൾ അറിയട്ടെ എന്ന തീരുമാനത്തിലാണ് എല്ലാ അടിയന്തര പ്രമേയങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചതും അതിൻ്റെ ഭാഗമായിട്ടുള്ള നല്ല ചർച്ചയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച ജനങ്ങൾക്കിടയിൽ ഒരു വലിയ ഇടതുപക്ഷത്തിൻ്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഈ 5 വർഷക്കാലത്തെ രണ്ടാമത് തുടർന്ന് ഭരണം എന്ന നിലയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തികപരമായ പ്രതിസന്ധിയെ സംബന്ധിച്ചാണ്, അതല്ലെങ്കിൽ ധന മാനേജ്മെൻറ്റിൻ്റെ പിടിപ്പുകേടാണ്, ഈ കേരളം കടക്കണിയിലാണ് എന്ന രൂപത്തിലേക്കുള്ളൊരു റൂൾ 50 ആണ് ഇന്ന് പ്രതിപക്ഷം കൊണ്ടുവന്നത്. വളരെ സന്തോഷപൂർവമാണ് ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന രൂപത്തിലേക്ക് ചർച്ച ചെയ്തത്. കെ ബാബു, ഞാനൊന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ? യെസ്, ഇരുപക്ഷവും പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും അത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന, ജനങ്ങളിൽ നിന്ന് വിവരങ്ങളും വിഷമങ്ങളും ഒക്കെ ഒപ്പിയെടുത്ത് തന്നെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ചേരികളാണ്. ഭരണപക്ഷം അതിൻ്റെ ഒരു യുക്തിക്കൊത്താണ് ഭരിച്ചു പോവുക. പലപ്പോഴും പ്രതിപക്ഷത്തിന് അവരുടേതായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. അതിൽ നിന്ന് ഭരണപക്ഷവും പാഠം ഉൾക്കൊള്ളേണ്ടി വരും. ഇന്ന് കേരളത്തിൻ്റെ ഭരണപ്രതിസന്ധി അതാണല്ലോ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയത്. അങ്ങനെ ഒരു കാര്യവുമായി അവർ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അവരുടെ അംഗങ്ങൾ മുഴുവൻ, മാത്യു കുഴൽനാടൻ മുതൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വരെയുള്ളവർ ചർച്ചയിൽ അണിനിരന്നപ്പോൾ ഭരണപക്ഷത്തിന് ഇതാ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്ന മട്ടിൽ എന്തെങ്കിലും കിട്ടിയോ? അതോ അത് മറ്റൊരു രാഷ്ട്രീയ നാടകമായി കലാശിച്ചുവോ? സഭയിൽ പലപ്പോഴും അരങ്ങേറാറ് രാഷ്ട്രീയ നാടകമായതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രയോഗം നടത്തേണ്ടി വന്നത്. കെ ബാബു, ശ്രീ മാത്യു കുഴൽനാടൻ MLA-യിൽ നിന്ന് ആരംഭിച്ച് പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട വി.ഡി. സതീശനിൽ എത്തുമ്പോഴും യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ
ഇന്ന് ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന് അവർ വിശേഷിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ കേരളത്തെ കൊണ്ട് എത്തിച്ചത് ആരാണ് എന്നും അവരെക്കുറിച്ച് ഒരക്ഷരം പറയാൻ പോലും അവർ തയ്യാറായില്ല. അതാണ് ഇന്ന് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചർച്ച. ഒരുപക്ഷേ ഈ കേരളത്തിൻ്റെ നിയമസഭയിൽ BJPയുടെ പ്രതിനിധി ഇല്ല എന്ന പോരായ്മ പരിഹരിക്കാനായിരിക്കാം പ്രതിപക്ഷം കേന്ദ്ര ഗവൺമെൻറ്റിൽ വിരുദ്ധമായൊരു വർത്തമാനം പോലും പറഞ്ഞില്ല. എങ്ങനെയാണ് ഈ കേരളം ഇതുപോലെ കഴിഞ്ഞ 9.5 വർഷത്തിനിടയിൽ മറ്റു ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും വലിയ പുരോഗതിയിൽ, വികസന കാര്യത്തിൽ, ക്ഷേമകാര്യത്തിലൊക്കെയും ഏറ്റവും മുന്നേറ്റമുണ്ടാക്കി എന്ന കാര്യത്തെക്കുറിച്ച് പോലും അവർ പറഞ്ഞില്ല. ആരാണ് സാമ്പത്തികപരമായ പ്രതിസന്ധി ഈ കേരളത്തിൽ സൃഷ്ടിക്കുന്നത്? വളരെ സിമ്പിളല്ലേ, എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ. 2015 2.52% നികുതി വിഹിതമായി നമുക്ക് ലഭിച്ചത്. അത് 1.92% കുറച്ചു. അതുപോലെ തന്നെ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലേക്ക് ചെലവെന്ന നിലയിൽ 25% ഉണ്ടായിരുന്ന സ്റ്റേറ്റിൻ്റെ വിഹിതം 40% വർദ്ധിപ്പിച്ചു. ഇന്ത്യയുടെ വരുമാനത്തിൻ്റെ 60% കേന്ദ്രം കൈക്കലാക്കുമ്പോൾ സംസ്ഥാനങ്ങൾ 63% വരുന്ന സംഖ്യ അവരുടെ വിനിയോഗത്തിന് വേണ്ടി ചെലവഴിക്കണം. അതുപോലെ തന്നെ 2019-20 കാലത്ത് നമുക്ക് ലഭിച്ചിരുന്ന GSTയുടെ നഷ്ടപരിഹാര തുക 8,111 കോടി രൂപയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വായ്പ പരിധി വെട്ടിക്കുറച്ചു. അതുപോലെ ഇപ്പോൾ ഓരോന്നെടുത്ത് നോക്കൂ, നെല്ലിൻ്റെ ഇനത്തിൽ മാത്രം 2,601 കോടി രൂപ തരണം. അവസാനമായി സെക്കൻഡ് ക്രോപ്പിലേക്ക് ഈ കേരളത്തിൻ്റെ കൃഷിക്കാർക്ക് കൊടുക്കാനുണ്ടായിരുന്ന 70 കോടി രൂപ കഴിഞ്ഞ ദിവസം ഈ ഗവൺമെൻറ് അനുവദിച്ചു. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് തരാനുള്ള പൈസയെ സംബന്ധിച്ച് അവരൊരു വർത്തമാനം പറഞ്ഞില്ല. NHMൻ്റെ പേരിൽ ബ്രാൻഡ് എന്ന നിലയിലേക്കാണ് 636 കോടി രൂപ അവർ വെട്ടിക്കുറച്ചു കേന്ദ്ര ഗവൺമെൻറ്. ഒരു അക്ഷരം അവർ പറഞ്ഞില്ല. അതുപോലെ തന്നെയാണ് SSKയുടെ പേരിൽ PM ശ്രീ നടപ്പിലാക്കിയില്ല എന്നതിൻ്റെ പേരിൽ 1,500 കോടിയോളം രൂപയാണ് ബാക്കി വച്ചിരിക്കുന്നത്. അവരത് അതിനെക്കുറിച്ച് പറഞ്ഞില്ല. അതുപോലെ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പാടെ അവർ നിഷേധിച്ചു. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് ആ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കാനുള്ള സ്കോളർഷിപ്പ് ഇവിടെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ജലജീവൻ മിഷൻ ഇന്ന് അവരുടെ ചർച്ചയിൽ പറഞ്ഞതാണ്. ജലജീവൻ മിഷൻ കരാറുകാർക്ക് കാശ് കൊടുക്കാനുണ്ടെന്നുള്ള രൂപത്തിലാണ് അവർ വർത്തമാനം. 11,143 കോടി രൂപയാണ് ചെലവ്. അതിൽ കേരളത്തിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്ന 5,610 കോടി രൂപ, 500 കോടി രൂപ അധികം ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് വിഹിതമായി കൊടുത്തു. പക്ഷേ കേന്ദ്രം തരാനുള്ള വിഹിതത്തെക്കുറിച്ച് അവർ പറഞ്ഞില്ല. അതേപോലെ തന്നെയാണ് ഒരു 200, 300, 500 എന്നീ ക്രമത്തിൽ കേന്ദ്രാവിഷ്കൃത പെൻഷനുകളുണ്ട്. അതിൽ 8 ലക്ഷത്തിലോളമാണ് അവർ കൊടുക്കുന്നത്. കേരളത്തിൽ പെൻഷൻകാരുടെ എണ്ണം എടുത്ത് 62 ലക്ഷമാണ്. UDF ഭരിക്കുന്ന കാലത്ത് 32 ലക്ഷം. അതിൽ അന്ന് അവർ കൊടുത്തിരുന്നത് കേവലം 600 രൂപയാണ്. 1000 കടലാസിൽ വർദ്ധിപ്പിച്ചെങ്കിലും അത് കൊടുത്തു തീർത്തത് ഒന്നാം പിണറായി ഗവൺമെൻറ്. പക്ഷേ ആ വിഹിതത്തിൽ പോലും അവർ ലഭിക്കുന്നില്ല, തരാൻ ബാക്കിയാണ്. അതുപോലെ തന്നെയാണ് കുടുംബനാഥകളായ ആളുകൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു 2,000 രൂപ വെച്ച് കൊടുക്കുന്നതാണ്. അപേക്ഷകൾ 8,352 പാലക്കാട് ജില്ലയിൽ മാത്രം കെട്ടിക്കിടക്കുക. അതിൽ തരാനുള്ള വിഹിതം തരുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ UGC ശമ്പള സ്കെയിലിൻ്റെ ഭാഗമായി അധികരിച്ച ശമ്പളം ഈ കേരളത്തിലെ ഗവൺമെൻറ്റാണ് കൊടുത്തു തീർത്തത്. അതുപോലെ എടുത്തു പറഞ്ഞാലോ, വിഴിഞ്ഞം തുറമുഖത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് ആകെ ചെലവഴിച്ചത് 8,500 കോടി രൂപയാണ്. 5,000-ഓളം കോടി രൂപ കൊടുത്തതും ഈ കേരളത്തിലെ ഗവൺമെൻറ്റാണ്. അതേപോലെ തന്നെയാണ് 500 കോടി, ഏകദേശം 500 കോടി രൂപ VGF എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെൻറ് വായ്പയിനത്തിലാണ് നമുക്ക് തരുന്നത്. ഒരു വലിയ വികസനമല്ലേ ഈ ഇന്ത്യ രാജ്യത്ത് തുറന്നത്? ഈ കേരളത്തിൽ മാത്രമാണത്. അതേപോലെ തന്നെയല്ലേ കേരളത്തിൻ്റെ ഇടക്കാലങ്ങളിലുണ്ടാവുന്ന ഓരോ പ്രകൃതി ദുരന്തങ്ങൾ ഓരോന്നെടുത്ത് നോക്കൂ. ഏറ്റവും ഒടുവിലാണ് വയനാടുണ്ടായത്. എന്തായിരുന്നു കേന്ദ്ര സമീപനം? ആ കേന്ദ്ര സമീപനത്തിൻ്റെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് ഒരു 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു. അതിലൊന്ന് 2,000 കോടി രൂപയെങ്കിലും വയനാടിന് വേണ്ടി നിങ്ങൾ അനുവദിക്കണം. ആ പാവപ്പെട്ടവർക്ക്, വീട് നഷ്ടപ്പെട്ടവർക്ക്, തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക്, അവിടുത്തെ വിദ്യാലയങ്ങൾ നഷ്ടപ്പെട്ടതിന് പുനർജീവിപ്പിക്കണം അവരെ. അതിനുവേണ്ടി അടിയന്തരമായി സഹായിക്കണം. ഒരു നയാ പൈസ എന്നില്ല. അവിടെ വന്ന് വട്ടോട്ട് പറന്നുപോയ ഹെലികോപ്റ്ററിൻ്റെ കാശും അവിടെ
പാവപ്പെട്ടവർക്ക് കൊടുത്തിരുന്ന അരിയുടെ പൈസയും തിരിച്ചു പിടിച്ചു. എന്തൊരു ദ്രോഹമാണ് ഈ കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് അനുവർത്തിച്ചു വരുന്നത്. അതുപോലെ തന്നെയല്ലേ നമ്മൾ ഇവിടെ വന്യമൃഗ മനുഷ്യൻ തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചു വരികയാണ്. സ്വാഭാവികമായിട്ടും 1000 കോടി രൂപയുടെ സംഖ്യ നമ്മൾ ആവശ്യപ്പെട്ടു. 1000 പോയിട്ട് അര പൈസ തന്നില്ല. യെസ്, അതാണ് കേന്ദ്ര ഗവൺമെൻറ് അനുവർത്തിച്ചു വരുന്ന നയം വൈകല്യം. സാമ്പത്തികപരമായി ഉപരോധം ഏർപ്പെടുത്തി ഈ കേരളത്തെ ഞെരുക്കിക്കൊല്ലത്. ഇപ്പോൾ GST പുനഃപരിഷ്കരണം നടത്തിയിട്ടുണ്ട്. പ്രതീക്ഷിക്കുന്നത് 8000 മുതൽ 10000 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ടാവുമെന്നാണ്. വരാം എം എൽ എയിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, താങ്കൾ എത്തിയിട്ടുണ്ടല്ലോ. ഇന്ന് അസംബ്ലിയിൽ ഈ അടിയന്തര പ്രമേയ അവതരണവും അതേക്കുറിച്ചുള്ള ചർച്ചയും ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി നിൽക്കുന്നതും ഇപ്പോൾ ബാബു MLA ചൂണ്ടിക്കാണിച്ചതും ഈ പ്രശ്നങ്ങൾ തന്നെയാണ്. പ്രതിപക്ഷത്തിന് കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ, അതിലുള്ള ആശങ്ക രേഖപ്പെടുത്താൻ എല്ലാ അവകാശവുമുണ്ട്. പക്ഷേ അത്തരത്തിൽ ആശങ്ക ഉണ്ടെങ്കിൽ അതിനടിസ്ഥാനമായി കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേന്ദ്രം അഭൂതപൂർവമായ ഉപരോധ സമാനമായ ഒരു സമീപനം കേരളത്തോട് സ്വീകരിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. അത് വസ്തുതകൾ നിരത്തിയും കണക്കുകൾ അവതരിപ്പിച്ചുമാണ് ഭരണപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് പ്രമേയം അവതരിപ്പിച്ച മാത്യു കുഴൽനാടനാകട്ടെ, തുടർന്ന് പങ്കെടുത്ത UDF MLA മാരാവട്ടെ, ഉപസംഹരിച്ച പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട VD സതീശനാകട്ടെ ഇക്കാര്യം പരാമർശിച്ചില്ല. ആകെ അത് പരാമർശിച്ചത് കുഞ്ഞാലിക്കുട്ടിയാണ്. അദ്ദേഹം കേന്ദ്രത്തിന് എതിരെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞങ്ങളും കൂടാം എന്നൊരു പരാമർശം നടത്തി. ഇത്തരത്തിലുള്ള ഒരു പ്രതീതി രാഷ്ട്രീയം വളരെ ശ്രദ്ധിക്കുന്ന കേരള ജനതയ്ക്ക് മുമ്പിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ? UDFന് എന്തു പറയാനുണ്ട്? താങ്കൾ എന്താണ് ചർച്ചയുടെ ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് താങ്കളുടെ ചർച്ച തുടങ്ങി വയ്ക്കുക? വസന്ത്. ശ്രീ NBC നോക്കൂ, ഞങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിൽ കാമ്പും കഴമ്പുമില്ല എന്ന് ഭരണപക്ഷത്തിന് പറയാൻ സാധിക്കില്ല. ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട MLA പോലും കേരളത്തിന്റെ പ്രതിപക്ഷം അവതരിപ്പിച്ച കണക്കുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നത് അംഗീകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സാമ്പത്തിക വകുപ്പ് മന്ത്രിയും അത് അംഗീകരിക്കുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തെ ശ്ലാഘിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ കേരളത്തിന്റെ പ്രതിപക്ഷം നിയമസഭയിൽ മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ ചർച്ച ചെയ്യുക എന്നുള്ളത്, അത് ഉള്ളത് തുറന്നു പറയുക എന്നുള്ളത് നല്ല ഒരു കീഴ്വഴക്കമാണ്. പക്ഷേ അത് കേന്ദ്രത്തിന്റെ മാത്രം പ്രശ്നമാണ് എന്ന കണക്കിന് അവതരിപ്പിക്കുമ്പോൾ അത് അങ്ങനെ അല്ല എന്ന് കൂടി പറയേണ്ടതായി വരും. കേന്ദ്രത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, കേന്ദ്ര ഉപരോധങ്ങളുണ്ട്. അത് കേരളവും തമിഴ്നാടും തെലുങ്കാനയും അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് BJP വിരുദ്ധ സർക്കാരുകൾ നിലകൊള്ളുന്ന സംസ്ഥാനങ്ങൾക്ക് നേരെ കേന്ദ്രത്തിന്റെ ഒരു ചിറ്റമ്മ നയം കുറെ കാലങ്ങളായുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട MLA പറഞ്ഞു മാത്യു കുഴൽനാടൻ മുതൽ VD സതീശൻ വരെ ഉള്ളവരാരും ഈ വിഷയത്തിൽ കേന്ദ്ര അവഗണനയെ പറ്റി സംസാരിച്ചില്ല എന്ന്. എന്നാൽ ഇതിന് മറുപടി നൽകിയ ആരെങ്കിലും കൃത്യമായ നിലയിൽ പോയിന്റ് ഔട്ട് ചെയ്ത് കേന്ദ്രത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ GST കൗൺസിലുകളിൽ പങ്കെടുത്ത കേരളത്തിന്റെ പ്രതിനിധി സാമ്പത്തിക വകുപ്പ് മന്ത്രി എപ്പോഴെങ്കിലും ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമനെ UDFന്റെ MPമാർ സന്ദർശിച്ചതിന് ശേഷം എപ്പോഴെങ്കിലും UDF MPമാർ ഒരു 7 മാസം മുമ്പാണ് സന്ദർശിച്ച് സംസ്ഥാനത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതിനുശേഷം ബഹുമാനപ്പെട്ട സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള മൂവ്മെന്റ് അവിടെ ഉണ്ടായിട്ടുണ്ടോ? അവിടെ നമ്മൾ KV തോമസ് എന്ന് പറയുന്ന ഒരു ലൈസൺ ഓഫീസറെ നിയോഗിച്ചിട്ടുണ്ട്. ശ്രീ NBC, അങ്ങേക്കറിയാമല്ലോ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത പോലെ ആദ്യമായാണ് അങ്ങനെ ഒരു ലൈസൺ ഓഫീസറെ നമ്മൾ അവിടെ നിയോഗിക്കുന്നത്. പ്രതി മാസം എത്ര ലക്ഷം രൂപയാണ് ആ ലൈസൺ ഓഫീസറിന് വേണ്ടി കേരളം മുടക്കുന്നത്? അദ്ദേഹത്തിന്റെ സ്റ്റാഫിന് വേണ്ടി, അദ്ദേഹത്തിന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി. ആ ലൈസൺ ഓഫീസറിനെ കൊണ്ട് എന്തായിരുന്നു? ലൈസൺ ഓഫീസറിനെ വെക്കുമ്പോൾ നമ്മുടെ നയം എന്തായിരുന്നു? നമ്മുടെ ആവശ്യം ഈ മനുഷ്യ മൃഗ കോൺഫ്ലിക്റ്റ്, മെൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുക എന്ന് പറയുന്നത് പോലെ സെൻട്രൽ സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റ് ഒഴിവാക്കിക്കൊണ്ട് അതിനിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ ലൈസൺ ഓഫീസറിന്റെ ചുമതല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നോ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ഭാഗത്തു നിന്നോ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഒരു തവണ സന്ദർശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മുന്നോട്ട് പോകലുകൾ ഉണ്ടായിട്ടുണ്ടോ? വസന്ത്, താങ്കൾ ഇങ്ങനെ ഇത് അക്കമിട്ട് പറയുമ്പോൾ ഇന്നത്തെ സഭാ നടപടിക്രമങ്ങളുടെ ഭാഗമായി നമ്മളെല്ലാവരും അത് തത്സമയം കണ്ടതാണ്. മാത്രമല്ല പിന്നീട് വാർത്തകളിലൂടെ അതിൽ റീവിസിറ്റ് ചെയ്യുന്നതുമാണ്. ധനമന്ത്രി ലിസ്റ്റ് ചെയ്യുക തന്നെ ചെയ്തിട്ടുണ്ട്. ഗ്രാൻറ്റിലും നികുതി വരുമാനത്തിലും വായ്പാ പരിധിയിലും ഒക്കെ
അഭൂതപൂർവമായ വെട്ടിക്കുറയ്ക്കലും വിവേചനങ്ങളും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 33,000 കോടി രൂപയാണ് ഈ സർക്കാരിൻ്റെ തുടക്കകാലത്തുണ്ടായിരുന്ന ഗ്രാൻഡ്. അത് ഈ വർഷം 6,500 മാത്രമായി കോടി രൂപ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. 33-ൽ നിന്ന് 6,500-ലേക്ക് എന്ന് തുടങ്ങി അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. 27,000 കോടി രൂപ ഗ്രാൻറ്റിൽ വെട്ടിക്കുറച്ചു. നികുതി വിഹിതം 3.82% 1.39% ഒപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കിഫ്ബിയുടെ കടമെടുപ്പും അത് സർക്കാരിൻ്റെ കടമെടുപ്പ് ബാധ്യതയാക്കി മാറ്റി എന്ന് തുടങ്ങി കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഇപ്പോഴത്തെ GST പരിഷ്കരണത്തിലുണ്ടായ കാര്യവും അതിലുണ്ടായിരുന്ന നഷ്ടവും ക്വാണ്ടിഫൈ ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ആ യോഗത്തിലും തുടർന്നും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നതല്ലല്ലോ വേണ്ടത്. പ്രതിപക്ഷം യുക്തിയോടുകൂടി ഈ രണ്ട് തുറയിലുമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയുടെ ഭാഗത്തിൽ ഉള്ള അത് അവർക്കും ഭരണപക്ഷത്തിൻ്റെ അനാസ്ഥയുടെ ഭാഗമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും പങ്കുവെച്ച് കൊടുത്തുകൊണ്ട് വേണ്ടേ രാഷ്ട്രീയമായി മുന്നോട്ട് പോകാൻ? സീസറിനുള്ളത് സീസറിനും അല്ലേ? അങ്ങനെ ചെയ്യാൻ കഴിയേണ്ടതായിരുന്നില്ലേ? അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം. പെട്ടെന്ന് അല്ല, NBC നോക്കൂ, സീസറിനൊപ്പം സീസറിന്റെ മന്ത്രിമാരും ഒരു ഭരണ പരാജയത്തിൽ കുറ്റമേൽക്കേണ്ടി വരിക, ക്രൂശിക്കപ്പെടേണ്ടി വരിക സ്വാഭാവികമാണ്. സീസർ മാത്രമല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായ മന്ത്രിസഭയ്ക്ക് ഒരു വലിയ പങ്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കൂ, CAG റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. കേന്ദ്രത്തെ നമുക്ക് വിമർശിക്കാം, കേന്ദ്രം തരാനുള്ള വിഷയങ്ങളിൽ നമുക്ക് അത് നിങ്ങളും വിമർശിക്കണ്ടേ, പ്രതിപക്ഷവും വിമർശിക്കണ്ടേ? അത് പറഞ്ഞുകൊണ്ട് വേണ്ടേ അതിനുവേണ്ടി കൈകോർത്ത് നിൽക്കാൻ ഞങ്ങളുണ്ട് എന്ന് ഭരണപക്ഷത്തിനും കേരള ജനതയ്ക്കും ഉറപ്പ് കൊടുത്തു വേണ്ടേ സംസാരിക്കാൻ? അവിടെ ആയിരുന്നില്ല ഊന്നൽ എന്ന വിമർശനം പരക്കെയുണ്ട്. വസന്ത്, NBC എന്താണ് അതിൽ സംശയം? അങ്ങ് തന്നെ പറഞ്ഞല്ലോ, പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടി തന്നെ അദ്ദേഹത്തിന്റെ ഒരു പാസിംഗ് റെഫറൻസ് ഉണ്ട്. ഞാനത് വകയിരുത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. അല്ല, അങ്ങ് തന്നെ അത് നോട്ട് ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുകയാണോ? അദ്ദേഹം പറയുന്ന ഒരു വാക്യത്തിലാണോ പ്രതിപക്ഷത്തിന്റെ ഈ സമതുലിതാവസ്ഥ താങ്ങി നിൽക്കുന്നത്? അല്ല, ശ്രീ കുഞ്ഞാലിക്കുട്ടി കേരളത്തിലെ പ്രതിപക്ഷ ഉപനേതാവ് മാത്രമല്ല, അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പരിണിതപ്രജ്ഞനായ നേതാവാണ്. അദ്ദേഹം പറയുന്ന വാക്കുകൾ പ്രതിപക്ഷത്തിന്റെ തന്നെ വാക്കുകളാണ്. എന്താ സംശയം? വളരെ കൃത്യമായി ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് ദീർഘമായി പ്രതിപാദിച്ചിട്ടും ഇത് പറഞ്ഞില്ല. കേന്ദ്രാവഗണന ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നിലപാട് എന്താ? കേന്ദ്രാവഗണന ഉണ്ടെങ്കിൽ സർക്കാർ അതിൽ ധവളപത്രം ഉണ്ടെങ്കിൽ എന്നാണ് താങ്കൾ ഇപ്പോഴും പറയുന്നത്. ഉണ്ടെങ്കിൽ അത് തന്നെയാണ്. സജീവൻ, ഞാൻ താങ്കളിലേക്ക് വരുന്നു. താങ്കൾ ഒരല്പം വൈകി എങ്കിലും ഇവിടെ ഉണ്ടായിരുന്നത് എന്തായിരിക്കും പറഞ്ഞിരിക്കുക എന്ന് താങ്കൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ ഒരു പുതിയ അടിയന്തര പ്രമേയം കൂടി വന്നു. അതുകൂടി ചർച്ചയ്ക്കെടുത്തുകൊണ്ട് സർക്കാർ, ഇതുവരെ 17ാമത്തെ അടിയന്തര പ്രമേയമാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് ചർച്ചയ്ക്കെടുക്കുന്നത് എന്ന തരത്തിൽ അതൊരു റെക്കോർഡ് നമ്പറിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷം അതിൻ്റെ പ്രശ്നം അവതരിപ്പിച്ചതിൽ ഒരു ബാലൻസ് ഇല്ലായ്മ, അസന്തുലിതാവസ്ഥ വന്നു എന്നൊരു വിലയിരുത്തൽ ശക്തമായിരിക്കുന്നു. കേരളം നേരിടുന്ന പ്രശ്നങ്ങളിൽ കേന്ദ്രത്തിനുള്ള വിഹിതം വ്യക്തമായി മാർക്ക് ചെയ്യുന്നില്ല. കേന്ദ്രത്തിനെ വിമർശിച്ച് വേണ്ട പോലെ സംസാരിക്കുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു പാസിംഗ് കമൻറ്റിൽ മാത്രമായി അത് ഒതുങ്ങിപ്പോയി എന്ന വിമർശനം ഉണ്ട്. താങ്കളും സഭാ നടപടികൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. താങ്കളും സംസ്ഥാനത്തെ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനാണല്ലോ. താങ്കളുടെ വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ എങ്ങനെ കൂട്ടിച്ചേർക്കും രണ്ട് ചേരികളും ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്ന ഈ അഭിപ്രായങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട്? സജീവൻ, കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറയുന്ന ആരോപണം പണ്ടുകാലം മുതലേ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, വയനാട് നടന്നുള്ള ആ ദുരന്തം, ചൂരൽമലയിലും മറ്റുണ്ടായിട്ടുള്ള ആ ദുരന്തത്തിന്റെ സമയത്ത് പ്രധാനമന്ത്രി ഇവിടേക്ക് ഓടി വന്നപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചത് കേരളത്തിന് വേണ്ടി വാരിക്കോരി കൊടുക്കുന്നുള്ളതായിരുന്നു. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയെ തന്നെ ഇക്കാര്യങ്ങൾ പരിശോധിക്കാനായിട്ട് നിയോഗിച്ചു എന്ന് വാർത്തയുണ്ടായിരുന്നു, ജോർജ് കുര്യൻ. അത് കൂടാതെ ഇവിടുത്തെ മറ്റേ കേന്ദ്രമന്ത്രി വയനാട്ടിൽ തന്നെ തങ്ങിയിട്ട് അദ്ദേഹം കാര്യങ്ങളൊക്കെ പഠിച്ചതായിട്ടാണ് നമ്മൾ കണ്ടത്. പക്ഷേ സംഭവിച്ച എന്താണ്? മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് ഒന്നും തന്നില്ല, കുറെ വായ്പകളും വാഗ്ദാനങ്ങളും അല്ല, വേറൊന്നും ഉണ്ടായില്ല, വേറൊന്നും. ഇതാണ് പ്രശ്നം. അതായത് ഒരു ദുരന്ത മുഖത്ത് പോലും ഒരു സംസ്ഥാനത്തെ സഹായിക്കാനുള്ള ഒരു താല്പര്യവുമില്ലാതിരിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം അവഗണനയാണ്. ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ, ഫെഡറൽ സംവിധാനത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ്.
അതായത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല നമ്മൾ ചോദിക്കുന്നത്. ഫെഡറൽ സംവിധാനത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ കേന്ദ്രം സംസ്ഥാനങ്ങളെ സഹായിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായ രീതി ഇപ്പം മറ്റ് പല സംസ്ഥാനങ്ങളെയും പോലെയല്ല. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും ആന്ധ്രയിലാണെങ്കിലും ഒക്കെ അവിടെ സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. അത്രയും ഫാക്ടറികളുണ്ട്, അങ്ങനെയുള്ള വ്യവസായശാലകളുണ്ട്, ഉണ്ടാകാവുന്ന രീതിയിലുള്ള വരുമാനം കൂടുതൽ. നമുക്ക് അങ്ങനെ ഒരു സംവിധാനം കുറവാണ്. നമ്മളിവിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നു എന്നല്ലാതെ അവ വേണ്ട അത്ര വരുമാന സ്രോതസ്സായിട്ട് സംസ്ഥാനത്തിന് വരുമാന സ്രോതസ് ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്ന അത്ര പോലും ഇല്ല. അപ്പോ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് GST വന്നോടുകൂടിയിട്ടുണ്ടാവുന്ന രണ്ടാമത്തെ പ്രശ്നം, നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള വിഹിതം അതുപോലും തരാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് നേരത്തെ നമുക്കിവിടെ നികുതി പിരിക്കാനുണ്ടായിരുന്ന അവസരം ഇല്ലാതാവുകയും നേരത്തെ മറിച്ച് ഇതെല്ലാം കൂടി കേന്ദ്രത്തിലേക്ക് പോയിട്ട് അവിടെ നിന്ന് സംസ്ഥാനങ്ങൾക്ക് നിയമപരമായിട്ട് ഫെഡറൽ സംവിധാനം അനുസരിച്ച് കൊടുക്കേണ്ട കാശുണ്ടല്ലോ, അതുപോലും കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവുന്നു. എന്നിട്ടും അതിനെ കുറ്റപ്പെടുത്തുക. ഇപ്പോൾ ഇവിടെ ചൂരൽമഴയിലും മറ്റും കാര്യത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷം, അതായത് BJP മാറ്റിയെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെയുള്ള UDF എത്ര ഭീകരമായിട്ടാണ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. സർക്കാർ മന്ത്രിമാർ തന്നെ പറയുന്നത്, മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയൊക്കെ ആവർത്തിച്ച് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, പക്ഷെ എങ്കിൽ പോലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്താൻ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും. അപ്പോഴും കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പൊ പാർലമെന്റിൽ ലോക്സഭയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്താൻ പറ്റുക LDF-നല്ലല്ലോ, അവിടെ ശബ്ദം ഉയർത്താൻ പറ്റുക UDF-നാണ്. അവിടെ എത്രമാത്രം ഈ കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ശബ്ദം ഉയർത്തുന്നുണ്ട്. അതിനു പകരം ഇവിടെ രാഷ്ട്രീയം കളിക്കുന്നു, ഇവിടെ പരസ്പരം പോരടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് സങ്കടകരമായ കാര്യം. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, അതിൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഉണ്ടാവുന്ന കുറെ തടസ്സങ്ങളുണ്ട്. എന്നിട്ടും ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ കാണുന്ന അവിടെ ടൗൺഷിപ്പ് രൂപപ്പെട്ട് കഴിഞ്ഞു. അവിടെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ഇടക്കാലത്ത് വന്ന കുടിശ്ശികയുടെ കാര്യം അത് പൂർണ്ണമായിട്ടും കൊടുത്തു തീർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇവിടെ തന്നെ നമ്മൾ നിയമസഭയിൽ മന്ത്രി അനിൽ തന്നെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ ഓണത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പോലും ഗംഭീരമായി പറഞ്ഞു എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് കളവാണെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. കാരണം ഇപ്പോഴത്തെ ഓണം ഇല്ലായ്മകളുടെ ഓണമല്ല, മാവേലി സ്റ്റോറിൽ ഒന്നുമില്ല എന്ന് പറയുന്ന രൂപത്തിലുള്ള ഇല്ലാ കഥകൾ പറയുന്ന ഓണമല്ലാതെ പോവുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തില് കുറെ കാര്യങ്ങൾ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും നടപ്പാക്കുമ്പോൾ സർക്കാരിനെ വിമർശിക്കാൻ അതാണ് അടുത്ത പോയിന്റ്. സജീവൻ വരാം. അതാണ് അടുത്ത പോയിന്റ്. ബാബു, ഞാൻ താങ്കളിലേക്ക് വരുന്നു. കേവലം കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളുടെ പട്ടിക നിരത്തൽ മാത്രമല്ല, അതിനിടയിൽ നിന്നുകൊണ്ടും ആ ഉപരോധ സമാനമായ നടപടികൾ നേരിട്ടുകൊണ്ടും കേരളം എന്തു ചെയ്തു എന്നുകൂടി ഇന്ന് ധനമന്ത്രി അക്കമിട്ട് പറഞ്ഞിരുന്നു. കേരളം എങ്ങനെയാണ് വരുമാനം കൂട്ടിയത്, എത്രമാത്രമാണ് ആ വരുമാന വർധനവിൻ്റെ തോത് എന്ന് കണക്കുകൾ നിരത്തിക്കൊണ്ട്, പഴയകാലത്തെ കണക്കുകൾ മുതൽ നിരത്തിക്കൊണ്ട് പറഞ്ഞു. ഒപ്പം തന്നെ എങ്ങനെയാണ് കടം എടുക്കരുത് എന്നുണ്ട്, ആ കടത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് കടം കുറഞ്ഞത്, എങ്ങനെയാണ് കേരളത്തിൻ്റെ കടം കുറഞ്ഞു വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രവുമല്ല, കൂടുതൽ ചെലവിട്ടു, ചരിത്രത്തിലെ ഏറ്റവും വലിയ ചെലവിടൽ നടത്തിക്കൊണ്ട്, ഞാൻ ആ കണക്കുകൾ ആവർത്തിക്കുന്നില്ല, അങ്ങനെ ചെലവിടുകയാണ് എന്ന് പറഞ്ഞു. ഈ പ്രതിസന്ധിക്കിടയിൽ മാനത്ത് നോക്കി നിൽക്കുകയല്ല, വിലപിക്കുകയല്ല കേരളം ചെയ്യുന്നത്, മറിച്ച് കൂടുതൽ വരുമാനം കണ്ടെത്തി, ചരിത്രത്തിൽ ഏറ്റവും വലിയ വരുമാന വർധനവ് ഉണ്ടാക്കിക്കൊണ്ട്, ചരിത്രത്തിൽ ഏറ്റവും വലിയ ചെലവിടൽ നടത്തിക്കൊണ്ട്, പ്രയോറിറ്റി തീരുമാനിച്ച് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒപ്പം തന്നെ പറഞ്ഞു വയ്ക്കുന്നു, പ്രശ്നങ്ങളുണ്ട്, കേന്ദ്രം സഹായിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണ്, അപ്പോൾ ഒരു മിച്ചസ്ഥിതിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള ധനകാര്യ സ്ഥിതിയാണ് നമുക്കുള്ളത് എന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഇപ്പോൾ സജീവൻ ചൂണ്ടിക്കാണിച്ച കാര്യം, ഓണത്തിന് ഏതെങ്കിലും ഇടത്ത് ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു സമരം നടന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹം പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അക്കാര്യം പറഞ്ഞു. അങ്ങനെ ചെയ്ത കാര്യങ്ങൾ, കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ചല്ല, ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത് ഇതിലേക്ക്? ഞാൻ കൂട്ടിച്ചേർക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. GST പരിഷ്കാരം വന്നു, അതിൻ്റെ ഭാഗമായിട്ട് എന്തു നടപടിക്രമമാണ്
അവിടെ പിന്നെ പ്രൊഫസർ പിന്നെ വസന്ത് സിറിയാക്ക് ചോദിച്ചിരുന്നു. വസന്ത് സിറിയാക്ക് ചോദിച്ചത് അത് കെ.വി. തോമസ്, പ്രൊഫസർ കെ.വി. തോമസ് എന്ത് ചെയ്തു പോലും അദ്ദേഹം അത് അറിയാത്തതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ആഗസ്റ്റ് 15-നാണ് പ്രധാനമന്ത്രി ഈ GST കൗൺസിൽ പോലും വിളിക്കാതെ വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് GSTയുടെ 5, 12, 18, 28 എന്നുള്ളത് മാറ്റി 18-ലേക്ക് കൊണ്ടുവരുന്ന തീരുമാനമെടുത്ത്. ഒരിക്കലും പാടില്ല, അത് ഇന്ത്യയിൽ പാടില്ലായിരുന്നു. പക്ഷേ GST കൗൺസിൽ വീണ്ടും എനിക്ക് സെപ്റ്റംബർ മാസം 3-നാണ് 56ാമത് GST കൗൺസിൽ ചേർന്നത്. അതിൽ കേരളത്തിൻ്റേത് ഉൾപ്പെടെയുള്ള കേരളം, തമിഴ്നാട്, കർണാടകം, തെലുങ്കാന, ജാർഖണ്ഡ്, ബംഗാൾ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള ഈ ധനകാര്യ വകുപ്പ് മന്ത്രിമാരെ യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് 2025 ആഗസ്റ്റ് മാസം 29-ന് ഡൽഹിയിൽ ഒരു മീറ്റിംഗ് വിളിച്ചു. ഈ പരിഷ്കാരത്തിൻ്റെ ഭാഗമായി ഉണ്ടാവാൻ പോകുന്ന നഷ്ടം പരിഹരിക്കാൻ യഥാർത്ഥത്തിൽ നഷ്ടപരിഹാര തുക നിങ്ങൾ നിർത്തിയെങ്കിലും പിരിച്ചെടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് അത് ഞങ്ങൾക്ക് അനുവദിക്കണമെന്ന് സംയുക്തമായി ആവശ്യപ്പെട്ടു. അത് അദ്ദേഹം അറിയാത്തതുകൊണ്ടാണ്. അതാണ് ഒന്നാമത്തെ. പിന്നെ കേരളം കടത്തിലാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. കടം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാ നോക്കണ്ടേ? അതായത് കടവും സംസ്ഥാനത്തിൻ്റെ മൊത്തം ആഭ്യന്തര വരുമാനവും തമ്മിലുള്ള അനുപാതത്തിൻ്റെ തോത് അടിസ്ഥാനത്തിലുള്ള റാങ്കിങ്ങിൽ ഇപ്പോൾ കേരളം 15ാമതാണ്. പഞ്ചാബാണ്, ബംഗാളാണ്, പിന്നീട് നമ്മുടെ ചെറിയ സംസ്ഥാനങ്ങളായ ഗോവയുണ്ട്, അതുപോലെ തന്നെ മേഘാലയ, മണിപ്പൂർ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റിനേക്കാളും പുറയിലാണ്. 15ാമതാണ് ഈ കേരളം നിൽക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. കടക്കണി, പിന്നെ കടക്കണി ഇവിടെ പറഞ്ഞല്ലോ, പിന്നെ ധനമന്ത്രി എന്ന് പറഞ്ഞു വളരെ വിശദമായും. ഏറെ പ്രതിസന്ധി നിറഞ്ഞ, ഇനിയിപ്പോൾ വരാൻ പോകുന്നൊരു പ്രതിസന്ധിയുണ്ട്. ട്രംപിൻ്റെ വികലമായ ഇറക്കുമതി ചുങ്കത്തിൻ്റെ ഭാഗമായി നമുക്കുണ്ടാവാൻ പോകുന്ന ഒരു വലിയ നഷ്ടം വരാൻ പോവുകയാണ്. ആ നഷ്ടങ്ങൾക്കിടയിൽ പോലും കേരളം ഇന്ത്യയിൽ ഒന്നാമതെത്തിക്കാനുള്ള പരിശ്രമം നടത്തിയത് എങ്ങനെയാണ്? അതാണ് നമ്മുടെ നികുതി വരുമാനം വർദ്ധിപ്പിച്ചത്. ഇവിടെ ഒറ്റ കാര്യമുള്ളൂ, 47,000 മുതൽ 54,000 കോടി രൂപയായിരുന്നു നമ്മുടെ നികുതി വരുമാനം 2014-15 ആ കാലഘട്ടത്തിൽ. എന്നാൽ ഇപ്പോൾ അത് 86,000 കോടിയിലധികം രൂപയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ബഡ്ജറ്റ് എടുത്ത് നോക്കൂ, 1,30,000 കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിടത്തു നിന്നാണ് ഇന്ന് നമ്മൾ 2 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റിലേക്ക് നമ്മൾ വർദ്ധിച്ചു. വരുമാനം വർദ്ധിപ്പിക്കാതെ എങ്ങനെയാണ് ബഡ്ജറ്റ് ഇത്രയും തുക ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത്? മറ്റൊന്ന്, ഈ കേരളത്തിൻ്റെ സമഗ്രമായ വികസനം നടക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ബഡ്ജറ്റിന് പുറത്ത് കുറച്ച് പണം കണ്ടെത്തണം എന്ന് തീരുമാനിച്ചു. അതാണ് കിബി. 1,26,40,000 കോടി, 1.5 ലക്ഷം കോടി രൂപയുടെ വികസനമാണ് നടക്കുന്നത് കേരളത്തിൽ. കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ള 6 വരി പാതയ്ക്ക് പിന്നെ ഏകദേശം 6,000 കോടി രൂപ ഈ കേരളത്തിലെ ഗവൺമെൻറ്റാണ് ആ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി കൊടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞു, വിഴിഞ്ഞത്തിൻ്റെ കാര്യം, ഗെയിൽ പൈപ്പിൻ്റെ കാര്യം, കൂടംകുളം വൈദ്യുതി എത്തിക്കുന്ന കാര്യം, കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കുന്ന കാര്യത്തിൽ എന്തൊരു വികസന മുന്നേറ്റമാണ്. നമ്മുടെ പഴയ കാലത്തുള്ള പ്രവർത്തനങ്ങളാണോ എടുത്തു നോക്കൂ. ആരോഗ്യ രംഗത്തുള്ള മുന്നേറ്റം, വിദ്യാഭ്യാസ മേഖലയിലുണ്ടായിട്ടുള്ള മുന്നേറ്റം, നമ്മുടെ ഡിജിറ്റലൈസ് ചെയ്യുന്ന പട്ടയങ്ങൾ, 5,60,000 വരുന്നവർക്ക് ഇപ്പോൾ കൊടുത്തിട്ടുള്ള ലൈഫ് മിഷനിലെ വീട്, ഇനി 1,30,000 പൂർത്തീകരിക്കാൻ പോകുന്ന അവസ്ഥ. കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ നാളിതുവരെ കൊടുത്ത ഹൗസ് കണക്ഷനുകൾ, പൈപ്പിൻ്റെ ഇപ്പോൾ 50% വരുന്ന കുടുംബങ്ങൾക്ക് ഇപ്പോൾ വെള്ളം കൊടുക്കാൻ കഴിഞ്ഞു. കറണ്ട് കട്ടില്ലാത്ത ഏക സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ കഴിഞ്ഞില്ലേ? ഒന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ വളരെ വേഗതയിൽ ബാധ്യതകൾ, കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കുന്ന സാമ്പത്തികപരമായ ബാധ്യതകളാണ് നമുക്ക് തരാനുള്ള വിഹിതത്തിൽ. ഇവിടെ പറഞ്ഞല്ലോ, ആ ഈ വെട്ടിക്കുറവിനെക്കുറിച്ച് നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞു. നിരവധി മേഖലകളിലാണ് നമുക്ക് വെട്ടിക്കുറവുണ്ടാക്കിയിരിക്കുന്നത്. ആ വെട്ടിക്കുറവുകളിൽ ഇല്ലാതിരുന്നുവെങ്കിൽ ഇന്ന് കേരളം വികസനത്തിൻ്റെ ഇപ്പോഴുള്ള കുതിപ്പല്ല, അതിനുമപ്പുറം വലിയ തോതിലുള്ള വളർച്ച ഉണ്ടാകും എന്നതിന് ഒരു തർക്കമേ വേണ്ട. അതിന് പ്രതിപക്ഷവും എല്ലാ പക്ഷവും ഒന്നിച്ചു നിൽക്കണം. കേരളം നമ്മുടേതാണ്. കെ ബാബു പോരാ. വസന്ത് സിറിയാക്ക്, ഇത്തരത്തിലുള്ള കണക്കുകൾ സംസാരിക്കുമ്പോൾ അതുകൂടി അംഗീകരിച്ചു കൊണ്ടുവേണ്ടേ പ്രതിപക്ഷം അതിൻ്റെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ കോയിൻ ചെയ്യാൻ വേണ്ടി? ഇപ്പോൾ കേരളം കടക്കണിയിൽ ആണേ എന്ന ഒരു മുദ്രാവാക്യമാണോ പ്രതിപക്ഷത്തിന്
യോജിക്കുക. സത്യത്തിൽ നടക്കുന്നത് ഉപരോധത്തിലെ പ്രതിരോധം കേരളം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉപരോധത്തിനിടെ പ്രതിരോധം തീർത്ത് കേരളം മുന്നോട്ട് പോവുകയാണ് എന്നതല്ലേ കേരളത്തിൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിൻ്റെ പരസ്യവാചകമോ മുദ്രാവാക്യവാചകമോ വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നത്. ആ കണക്കുകൾ തന്നെ അങ്ങനെയാണ് സംസാരിക്കുന്നത്. KSRTC നമ്മുടെ ഏത് കാലത്തുമുള്ളൊരു പ്രശ്ന ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നിൽക്കുന്നതാണ്. 1466 കോടി ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തത് 5002 കോടിയായി ഒന്നാം പിണറായി സർക്കാരും 7830 കോടിയായി ഈ സർക്കാരും കൊടുത്തിരിക്കുന്നു. അവരുടെ പല സ്ഥലത്തും നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തുക കൂട്ടാതെയാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ ക്ഷേമ പെൻഷന് ഏറ്റവും വലിയ പ്രയോറിറ്റി മേഖലയായ അവശരുടെ അർഹതയുള്ളവരുടെ ക്ഷേമ പെൻഷന് 9011 കോടി രൂപ കൊടുത്തപ്പോൾ ഒന്നാം പിണറായി സർക്കാർ 35,054 കോടി രൂപ കൊടുത്തുവെന്നും രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ 42,841 അതെ 841 കോടി രൂപ കൊടുത്തു. പ്ലസ് ഈ 841 ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നതും അതെ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് കൊടുത്തു. മാത്രവുമല്ല ഇനിയിപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഉടൻ കൊടുക്കും എന്നും പറഞ്ഞു. ഇത്തരത്തിൽ കണക്കുകൾ വെച്ച് സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളം കടക്കണിയിൽ എന്നൊരു മുദ്രാവാക്യം സ്വന്തം രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തുന്ന ഒന്നായി മാറില്ലേ കേരളത്തിൽ? കേരളത്തിൽ യുക്തിപൂർവമായ ഒരു രാഷ്ട്രീയ സമീപനം സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി വസന്ത്. NBC രണ്ട് കാര്യങ്ങൾ. ഒന്ന്, KSRTCക്ക് പൈസ കൊടുക്കുന്നു എന്ന് പറയുന്നത് അവിടുത്തെ സാലറി കൊടുക്കാനാണ്. അത് കൂടുന്നതിനനുസരിച്ച് സർക്കാർ പരാജയമാണ് എന്നാണ് വെളിവാക്കപ്പെടുന്നത്. അത് കൊടുക്കണ്ടേ? കാരണം കൊടുക്കണ്ടെന്നാണോ അഭിപ്രായം? അങ്ങ് തന്നെ പറഞ്ഞു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്നതല്ലാത്ത പൈസയെ പറ്റിയാണ് അങ്ങിപ്പോ കണക്ക് പറഞ്ഞത്. ആ കണക്ക് കൂടുന്നത് ഞാൻ ഉണ്ടാക്കിയതല്ല, ഇന്ന് അസംബ്ലി പറഞ്ഞ കണക്ക് അതാണ്. അത് ഞാൻ ഉദ്ധരിച്ചതാണ്. തെറ്റല്ലേ? എങ്ങനെയാ സപ്പോർട്ട് ഫണ്ട്? നോക്കൂ, ഒരു സ്വയം പര്യാപ്തതയിലേക്ക് ആ സ്ഥാപനം ആ കോർപ്പറേഷൻ എത്തിയാൽ സർക്കാർ കൊടുക്കുന്ന പൈസ കുറഞ്ഞു വന്നാലാണ് സ്വയം പര്യാപ്തത. സെൽഫ് വക്കീലെ, അതൊരു ലോജിക്കാണ്. ആ സ്ഥാപനം സ്വയം പര്യാപ്തതയിൽ എത്താത്തത് കൊണ്ട് ഈ ഫണ്ട് കുറച്ചു കൊണ്ടുവരണം. സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി സമ്മർദ്ദം എന്ന നിലയ്ക്ക് KSRTCക്ക് കൊടുക്കുന്ന ഫണ്ട് കുറച്ചു കൊണ്ടുവരണം. അത് ശമ്പളത്തിനായാലും പെൻഷനായാലും എന്നൊരു വാദം കോൺഗ്രസിന് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം. അങ്ങനെ പറയണം. ഞാൻ പറഞ്ഞത് കൂടുതൽ പൈസ നൽകുന്നത് സർക്കാരിന്റെ ഗുണമായി കാണരുത്. അത് സർക്കാരിന്റെ വീക്ക്നെസ് ആണ്. അങ്ങനെയാണെങ്കിൽ 9,011 കോടി രൂപയുടെ ദൗർബല്യം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തലയിലുണ്ടോ? അന്ന് 9,011 കോടി രൂപ കൊടുത്തത് തെറ്റാണോ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ആ ചെയ്തിയെ താങ്കൾ തള്ളി പറയുമോ? ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് കൂടുതൽ പണം കൊടുക്കുന്നു എന്നുള്ളത്, അതായത് സപ്പോർട്ട് ഫണ്ട് കൊടുക്കുന്നു എന്നുള്ളത് ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം പോലെയാണോ ഇത്? കച്ചവടം നടത്തി ക്ഷമിക്കണം, ഇതൊന്ന് അല്ല, KSRTC ആയതുകൊണ്ടാണ്, ജനങ്ങൾക്ക് വേണ്ടിയിടത്തേക്കൊക്കെ വണ്ടി എത്തിക്കുന്ന KSRTC ആയതുകൊണ്ടാണ്. അത് ഏതെങ്കിലും ഒരു കച്ചവടം നടത്തി പുലരാനുണ്ടാക്കിയ ഒരു പൊതുസ്ഥാപനം പോലെ, പൊതുമേഖലാ സ്ഥാപനം പോലെ കാണേണ്ടതാണോ? അതൊരു സേവനത്തുറയായി കാണേണ്ടതാണോ? KSRTC ലാഭാധിഷ്ഠിതമായി പ്രവർത്തിച്ചാൽ ഏതൊക്കെ ഗ്രാമങ്ങളിൽ വണ്ടി എത്താതിരിക്കും? അങ്ങനെ ഒരു പ്രശ്നമില്ലേ വസന്തേ? ഒരിക്കലും ഇല്ലെന്നേ. അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. കാരണം തെറ്റിദ്ധാരണയാണ്. അപ്പൊ KSRTCയിൽ എന്ത് ചെയ്യണം? ഫണ്ട് കുറയ്ക്കാൻ എന്ത് ചെയ്യണം? പറയൂ. നിലവിലെ KSRTC മന്ത്രി UDF കാലത്തെ KSRTC മന്ത്രിയാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന് അറിയാം. അത് ഞാൻ ചോദിക്കട്ടെ, കൈരളി പാർട്ടി ചാനൽ ആയി കൈരളിയെ വിട്, നിങ്ങൾ കാര്യം പറയൂ. പ്രതിപക്ഷം ഭരണപക്ഷത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയൂ. കൈരളിയെ വിടൂ എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ കഴിവല്ല. കൈരളി പരാജയമാവുന്നതിനനുസരിച്ചാണ് AKG സെന്ററിന് സപ്പോർട്ടിംഗ് ഫണ്ട് വേണ്ടി വരിക. അതാണ് താങ്കൾ കമ്പനി നിയമത്തിന്റെ ഹരിശ്രീ അറിയാത്ത പോലെ സംസാരിക്കല്ലേ വക്കീലേ? അല്ല, ഒരു കമ്പനി നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം നഷ്ടത്തിലായാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ഫണ്ട് ചെയ്യാൻ പറ്റുമോ? എന്താണ് ഇങ്ങനെ പറയുന്നത്? താങ്കൾ പറഞ്ഞ വാദം പൂർത്തിയാക്കൂ. താങ്കള് കമ്പനി നിയമത്തിന്റെ ഹരിശ്രീ അറിയാത്തവരെ പോലെ സംസാരിക്കല്ലേ? താങ്കൾക്ക് അറിയാം. താങ്കളുടെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് മാറ്റിവെക്കുകയാണ്. കമ്പനി നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി, അങ്ങനെ ഒരു കമ്പനിക്ക്, ഒരു ക്ലിപ്ത സ്വഭാവത്തിലുള്ള ഒരു കമ്പനിക്ക് അങ്ങനെ സംഭാവനകൾ സ്വീകരിക്കാൻ പറ്റുമോ രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന്? താങ്കൾ എന്താണ് ഈ പറയുന്നത്? അങ്ങനെ താങ്കൾ ഒരു ഉദാഹരണം പറഞ്ഞത് സ്ഥാപിക്കാൻ ശ്രമിച്ചതാണ്. അതിൽ നിന്ന് പിൻവാങ്ങിക്കോളൂ. അതുമല്ല ചർച്ച. പെട്ടെന്ന് മറ്റുള്ളവരുടെ സമയം പോകുന്നു. പെട്ടെന്ന്
ആ സ്ഥാപനം പരാജയമായാണ് അതിന്റെ വീലുകൾ ഓടുന്നത്. അതുകൊണ്ടാണ് സപ്പോർട്ട് ഫണ്ട് കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത്. ഒന്ന്. രണ്ട്, ഇപ്പോ ബഹുമാനപ്പെട്ട MLA പറഞ്ഞല്ലോ, എന്താണ് ഞങ്ങൾ കടക്കെണിയിലല്ല. GDP എത്ര ശതമാനമാണ് MLA നമുക്ക് കടമെടുക്കാൻ സാധിക്കുന്നത്? ആ പ്രകാരം 39,876 കോടി രൂപയാണ് കടമെടുക്കാൻ പറ്റുന്നത്. ഇനിയും സാമ്പത്തിക വർഷം ഇനിയും ഒരുപാട് മാസങ്ങൾ മുമ്പോട്ട് പോകാൻ നിൽക്കുമ്പോൾ 25,988 കോടി ഇതിനോടകം തന്നെ നമ്മൾ കടമെടുത്തു കഴിഞ്ഞു. അത് നമുക്ക് കടമില്ലാഞ്ഞിട്ടാണോ? പദ്ധതി വിഹിതം ഇതുപോലെ വെട്ടിക്കുറിച്ചൊരു സർക്കാർ മുമ്പുണ്ടായിട്ടുണ്ടോ? നിയമസഭയിൽ തന്നെ ഇന്ന് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി SC/ST വകുപ്പിന്റെ മന്ത്രിയുടെ ഉത്തരം തന്നെ ഉദാഹരിച്ചുകൊണ്ട് ആൻസർ പറഞ്ഞില്ലേ, സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് SC/ST വകുപ്പിന്റെ മന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞില്ലേ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ ബഡ്ജറ്റിൽ മാറ്റിവെച്ചത് 8,450 കോടിയാണ്. പക്ഷെ എത്രയാ ഉപയോഗിക്കാൻ നിങ്ങൾ കൊടുത്തത്? നിങ്ങൾ റിലീസ് ചെയ്തത് 1,400 കോടി. റബ്ബർ താങ്ങുവില 250 ആക്കുമെന്ന് പറഞ്ഞിട്ട് 200 പോലും കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ നിങ്ങളുടെ സർക്കാരിന്? 158 കോടി രൂപ ആർക്ക്? ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ് വിതരണം ചെയ്യുന്ന കമ്പനിക്കാർക്ക് കൊടുക്കാനുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ശ്രീ MBC, വിജയുമായി ബന്ധപ്പെട്ട് കരൂരിൽ ഒരു വലിയ ദുരന്തമുണ്ടാകുന്നു. അപ്പൊ വിജയുമായി ബന്ധപ്പെട്ട ദുരന്തമുണ്ടായ ഉടനെ നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നു ഞങ്ങൾ എല്ലാ സപ്പോർട്ടും നൽകാം. നല്ല കാര്യം, കാരണം നമുക്ക് തമിഴ്നാടിനോട് സ്നേഹം വേണം, അവിടുത്തെ ജനതയോട് നമ്മൾ താതാമ്യപ്പെടണം. പക്ഷേ വിജയുമായി ബന്ധപ്പെട്ട ദുരന്തം പരിഹരിക്കുന്നതിന് മുമ്പ് വിജയൻ സർക്കാരുമായി ബന്ധപ്പെട്ട ദുരന്തം പരിഹരിക്കണ്ടേ? മരുന്ന് കമ്പനികൾ നോട്ടീസ് അയച്ചില്ലേ സർക്കാരിന്, ഞങ്ങൾ ഈ വിതരണം നിർത്തിവെക്കും എന്ന കണക്കിന്? ഈ പറയുന്ന ഹൃദരോഗ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ് വിതരണം ചെയ്യുന്നവർ നോട്ടീസ് അയച്ചില്ലേ? അങ്ങനെ സർക്കാരിന് മുമ്പിൽ എത്രയോ വിതരണക്കാരുടെ നോട്ടീസാണ് നിലവിൽ നിൽക്കുന്നത്. പരിഹരിക്കട്ടെ. ഇനി നിങ്ങൾ ഇപ്പൊ താങ്കളത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബാബു MLA പോവുകയാണ്. ബാബു MLA, ഗുരുതരമായ ചില പ്രശ്നങ്ങൾ അക്കമിട്ട് എന്നതുപോലെ തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണ് വസന്ത് സിറിയാക്. മറുപടി. അതില് ഒന്ന് ആരോഗ്യരംഗത്തുള്ള നമ്മുടെ വളർച്ചയെക്കുറിച്ചാണ്. സ്വാഭാവികമായും ആരോഗ്യരംഗത്ത് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഓരോ വർഷവും അനുവദിക്കുന്ന സംഖ്യ എടുത്തു നോക്കിയാൽ അറിയാം. ഇന്ത്യയിൽ എവിടെയും ഇതുപോലെ കൊടുത്തൊരു കാലം ഉണ്ടായിട്ടില്ല. കിബി ഫണ്ട് ഉപയോഗപ്പെടുത്തിയ ഒരു വലിയ കെട്ടിടങ്ങളും എക്യുപ്മെൻറ്റ്സും കൊണ്ടുവന്നു. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കാർഡിയോക് കേന്ദ്രങ്ങൾ ആവിഷ്കരിച്ചു. ഈ ഒരു പക്ഷേ താലൂക്ക് ആശുപത്രികളിൽ പോലും മുട്ടിൻ്റെ ശസ്ത്രക്രിയ, കോട്ടയത്ത് റോബോട്ടിക് ശസ്ത്രക്രിയ, കുട്ടികൾക്കുള്ള ഹൃദയ ശസ്ത്രക്രിയ, ഇതൊക്കെ ഈ കേരളത്തിൻ്റെ മുന്നേറ്റത്തിലല്ലേ? പിന്നെ തമിഴ്നാട്ടിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ അതില് ബാബു MLA അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇവർക്ക് ചില ഉപകരണങ്ങൾ നൽകുന്ന കമ്പനികൾ നോട്ടീസ് അയച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് ഉടനെ ഉപകരണം തരണം, ഇല്ലെങ്കിൽ ഈ സേവനം നിർത്തിവെക്കുമെന്ന്. അതാണ് അദ്ദേഹം ചിത്രീകരിക്കുന്നത്. വളർച്ചയുണ്ടായ കാര്യത്തിലേക്ക് അദ്ദേഹം കടന്നിട്ടില്ല. അത് താങ്കൾ പറഞ്ഞു. അതിന്റെ കൂടെ ഇതുകൂടി കൂട്ടിച്ചേർക്കൂ. ഇത്തരത്തിലുള്ള നടപടികൾ കടക്കണിയുടെ ലക്ഷണമായി കാണാവുന്നതോ വ്യാഖ്യാനിക്കാവുന്നതാണോ? ബാബു പറയും. എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യവകുപ്പും ഗവൺമെൻറ്റുമുണ്ട് എന്ന വിശ്വാസത്തിൽ ഇന്നലെ വരെ സ്വകാര്യ ആശുപത്രികളെ സമീപിച്ചവർ പോലും ഇന്നിവിടെ വരികയാണ്. അതിനനുസരിച്ചുള്ള ശസ്ത്രക്രിയകളും മറ്റും ആവശ്യമായി വരും. അതുകൊണ്ട് ഒരു കമ്പനിക്കും കൊടുക്കാനുള്ള നയാ പൈസ കൊടുക്കാതിരിക്കില്ല. സമയപരിധി നിശ്ചയിച്ചിട്ട് അത് കൊടുക്കും. അതിന്ന് ധനമന്ത്രി ബാലഗോപാൽ തന്നെ പറഞ്ഞു, UDF-ന്റെ കാലത്ത് ഇത്തരം ശസ്ത്രക്രിയകൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഇതിന് പൈസ കൊടുക്കില്ല അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഒറ്റ കാര്യം KSRTCയെ കുറിച്ച് പറഞ്ഞു. പൊതുവെ അഡ്വക്കേറ്റ് KSRTCയുടെ സേവനത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഈ കേരളത്തിൻ്റെ ഗതാഗത മേഖലയിൽ ഏറ്റവും ഗ്രാമാന്തരങ്ങളിൽ പോലും യാത്രക്കാർക്ക് സുഖകരമായിട്ട് യാത്ര ചെയ്യുക മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ രൂപത്തിൽ യാത്ര ചെയ്യുന്നതിനും അതിനുമപ്പുറം മറ്റ് സ്വകാര്യ വാഹനങ്ങളിലൂടെയുള്ള യാത്രയ്ക്ക് കൊടുക്കേണ്ട അമിതമായ ചാർജ് പിടിച്ചു നിൽക്കാൻ ഈ നമ്മുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഈ KSRTC ഇല്ലെങ്കിൽ ഈ കേരളം എവിടെയെത്തും? ചാർജ് വർധനവിൽ നമ്മുടെ പൊതുമേഖലയിലുള്ള ആരോഗ്യം കേന്ദ്രങ്ങളില്ലെങ്കിൽ കഴുത്തറുപ്പൻ രൂപത്തിലേക്കുള്ള ആരോഗ്യ രംഗത്ത് ഈ വൻകിടക്കാർക്ക് കടന്നു വരില്ലേ? അതാണ് അതിൻ്റെ ഒരു മാർഗം. അത് മനസ്സിലാവും. പിന്നെ ആ കട മാറ്റാനല്ല ശമ്പളം കൊടുക്കുന്നത്, തൊഴിലാളികൾ എന്ന നിലയിൽ അവർക്കുള്ള ശമ്പളം കൊടുക്കുക മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഏറ്റവും അടുത്ത ദിവസങ്ങളിലായി KSRTCയുടെ പുതിയ വാഹനങ്ങൾ ഇറങ്ങാൻ പോവുക. എനിക്ക് 300-നടുത്ത് വാഹനങ്ങളാണ് ഇറങ്ങാൻ പോകുന്നത്.
കൊടുക്കുന്നത് കടം, അവരുടെ ശമ്പളം കൊടുക്കുന്നതിനും പെൻഷൻ കൊടുക്കണ്ടേ? ആ തൊഴിലാളികൾ അധ്വാനിച്ചിട്ടുണ്ടല്ലോ, ഈ ഓണക്കാലത്ത് വരുമാനം വർദ്ധിപ്പിച്ചില്ലേ? സ്വാഭാവികമായി അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം. അത് ഗവൺമെൻറ് സഹായിക്കുകയാണ്. സഹായമുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കൂ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചില്ലേ? 111%. ഇന്ന് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞു 111% ചെലവഴിച്ച കേരളത്തിലാണ്. വെട്ടിക്കുറവ് എങ്ങനെയാണ് വരുന്നത് മനസ്സിലാക്കണ്ടേ? പദ്ധതി വിഹിതത്തിൽ വെട്ടിക്കുറവ് വരുമ്പോൾ, അതുമാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം ഇന്ത്യയിൽ എവിടെയുമില്ലാത്ത രൂപത്തിലാണ് കൊടുക്കണം. MA ഒമ്മൻ കമ്മീഷൻ പറഞ്ഞു അവരവരുടെ പദ്ധതിയുടെ ഏകദേശം ഒരു 25% കൊടുക്കണമെന്നാണ്. ഇവിടെ എത്രയായി? 28-29% കയറി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം നമ്മൾ കൊടുക്കുന്നു. സ്വാഭാവികമായും ആ കൊടുക്കുന്നതിൽ എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ മെയിൻ്റനൻസ്, റോഡ് മെയിൻ്റനൻസായി അല്ലെങ്കിലോ അവരവരുടെ സ്ഥാപനങ്ങൾ കൈമാറിയിട്ടുള്ള അതിൻ്റെ മെയിൻ്റനൻസ് ഗ്രാൻഡ് എന്ന നിലയിലും നമ്മൾ അധികരിച്ച് പണം കൊടുക്കുന്നുണ്ട്. 15ാം ധനകാര്യ കമ്മീഷന് അനുവദിച്ചു കിട്ടിയ ഫണ്ട് ഈ ത്രിതല പഞ്ചായത്തുകൾ വഴിയാണ് ശുചിത്വത്തിനും കുടിവെള്ളത്തിനുമായിട്ട് കൊടുത്തത്. അപ്പോൾ അതിനെ തന്നെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പണികൾ നമ്മളത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇവിടെ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞു. ഒന്നുകൂടെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പബ്ലിക് അക്കൗണ്ട് അക്യൂറൽ ഇനത്തിൽ 37,211 കോടി രൂപയാണ് അവർ വെട്ടിക്കുറച്ച്. കഴിഞ്ഞ 5 വർഷമായിട്ട് വെട്ടിക്കുറച്ചുകൊണ്ടിരുന്നത്. ആ SPV ഫണ്ടിൽ 23,144 കോടി രൂപയുടെയും വെട്ടിക്കുറവുണ്ടായി. ആ ഇനത്തിൽ മാത്രം 60,355 കോടി രൂപയുടെ വെട്ടിക്കുറവാണ് ഈ കേരളത്തിലുണ്ടായത്. അതേപോലെ തന്നെ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഗ്യാരണ്ടി റിഡൻഷ്യൽ ഫണ്ട് രൂപീകരിച്ച് 3,323 രൂപ അതിൽ വെട്ടിക്കുറച്ചു. ആലോചിച്ച് നോക്കണം. സംസ്ഥാന വായ്പാ പരിധിയിലെ 14,358 കോടി രൂപയും നമുക്ക് എടുക്കാൻ പറ്റാത്ത രൂപത്തിൽ പറഞ്ഞു. GDPയുടെ തോതനുസരിച്ച് ഏതൊരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അവരുടെ വരുമാനത്തിൻ്റെ തോതനുസരിച്ച് മാത്രമേ വായ്പ എടുക്കാൻ കഴിയൂ. ആ വായ്പാ പരിധിയാണ് വെട്ടിക്കുറയ്ക്കുന്നത്. അവർ പറഞ്ഞു നിങ്ങൾ കിബി ഫണ്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ ആ എടുക്കുന്ന വായ്പ ഞങ്ങളുടെ വായ്പ പരിധിയിൽ വരണം. പബ്ലിക് അക്കൗണ്ടിൽ ക്രെഡിറ്റായി കിടക്കുന്ന അത് ഞങ്ങളുടെ വായ്പാ പരിധിയിലേക്ക് വരും. അതേപോലെ തന്നെയാണ് നിങ്ങൾ പെൻഷൻ ഫണ്ട് മുടങ്ങാതെ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് കമ്പനി. ഞങ്ങൾ വായ്പയെടുത്ത് എല്ലാവർക്കും പെൻഷൻ കൊടുക്കും. ഇപ്പം നയ്യാ പൈസയിൽ വായ്പയില്ല, എല്ലാവരെയും കൊടുത്തില്ലേ? 5 മാസം ബാക്കിയുണ്ടായിരുന്ന പെൻഷനാണ്. ഇവിടെ പറഞ്ഞല്ലോ പെൻഷൻ സംഖ്യയിൽ മാത്രം കൊടുത്ത സംഖ്യ എത്രയാണെന്ന്. 5 മാസം ബാക്കിയുണ്ടായിരുന്നു, ഇപ്പോൾ 1 മാസത്തെ ബാക്കിയാണ്. ഒരു സംശയം വേണ്ട, തൊട്ടടുത്ത മാസങ്ങളിലായി അതുകൂടെ കൊടുക്കാനുള്ള സാമ്പത്തികപരമായ ഒരു മേൽക്കൈ അല്ലെങ്കിൽ മുന്നേറ്റം ഈ കേരളത്തിലെ ഗവൺമെൻറ് ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും ഉണ്ടാക്കും. ബാബു എം.എൽ.എ വരാം. ഇപ്പോൾ സജീവൻ, ഞാൻ താങ്കളിലേക്ക് വരുന്നു. ഒരു കമ്പനിയാണെങ്കിലും ഒരു വേറെ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാപനമാണെങ്കിലും ദേശമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും ഒക്കെ അത് കടക്കണിയിലായി, അത് ക്ഷാമബാധിതമായി, അത് ഇക്കണോമിക്കായി, ഇനി നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത വിധം ആയി എന്നൊക്കെ പറയുന്നതിന് അങ്ങനെയുള്ള ഗ്രേഡുകൾ അതിലേക്ക് എത്തുന്നതിന് ചില ലക്ഷണങ്ങളുണ്ട്. കേരളം ഏതൊരു തരം സാമ്പത്തികാവസ്ഥയിലാണ് എന്നാണ് ഈ ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് താങ്കൾ ഊഹിക്കുക? സജീവൻ. സ്വാഭാവികമായിട്ടും കടമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ അതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു, ക്ഷേമകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നു, ദുരന്തമുണ്ടാകുന്ന സ്ഥലത്ത് അതിനുള്ള പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഒരു സംസ്ഥാനത്തെ സർക്കാർ പ്രവർത്തിക്കുന്നു എന്ന് നോക്കുന്നത്. കടമുണ്ടോ എന്ന് നോക്കിയിട്ടല്ല, തീരെ കടമില്ലാതെ ആയിട്ട് മാത്രം ഭരിച്ചാൽ മതി എന്നൊരു സർക്കാരിനോട് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിനെ ഇവിടെ ഭരിക്കാൻ പറ്റില്ലല്ലോ. സ്വാഭാവികമായിട്ടും അതിനിടയിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ക്ഷേമപ്രവർത്തനങ്ങൾ ഉണ്ടോ, ജനങ്ങളുടെ ദുരിതം അവസാനിപ്പിക്കാനുള്ള ശ്രമമുണ്ടോ, എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നല്ല പരിഹാരം ഉണ്ടാക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ്. പിന്നെ വികസന പ്രവർത്തനം, റോഡ് നിർമ്മാണം, ഇത്തരം കാര്യങ്ങളിലൊക്കെ മുന്നോട്ടേക്ക് പോകുന്നുണ്ടോ. ഇപ്പം ഈ വസന്ത് ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, KSRTCയുടെ കാര്യം. വസന്ത് പറഞ്ഞ കാര്യം KSRTCയിലെ അവിടെ INTUC ഒരു യൂണിയൻ ഉണ്ടല്ലോ, INTUC യൂണിയന്റെ ആളുകൾ ഈ പറഞ്ഞ വാദം സമ്മതിക്കുമോ? അവർക്ക് ശമ്പളം കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയാൻ പറ്റുമോ?
ഇത്തരം ഒരു ഈ KSRTC ഇവിടെ രൂപീകൃതം ആയിട്ട് ഇത്രയും കാലത്തിനിടയിൽ KSRTC വലിയ നേട്ടമുണ്ടാക്കി, അല്ലെങ്കിൽ UDFന്റെ കാലത്ത് വലിയ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സ്ഥാപനമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിലാണ് ഇത് തകർന്നു പോയത് എന്നാണ് പറയുന്നത്. അതല്ല, KSRTCക്ക് ഉണ്ടാകുന്ന നഷ്ടം ഇത് നമുക്കറിയാം. അതിന്റെ നഷ്ടം നികത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം അത്രയും ജീവനക്കാരുണ്ട്, ജനങ്ങളുടെ പ്രശ്നം പല സ്ഥലങ്ങളിലേക്കും സാമ്പത്തികമായിട്ട് വരുമാനം കിട്ടാത്ത രീതിയിലുള്ള അത്ര ലാഭമല്ല വൻ നഷ്ടം ഉണ്ടാകുന്ന രീതിയിൽ സർവീസ് നടത്തേണ്ടി വരും. കാരണം അവിടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന നഷ്ടം, അത് ജനങ്ങൾക്ക് വേണ്ടി ആ നഷ്ടം ഉണ്ടാകുമ്പോൾ ശമ്പളം കൊടുക്കേണ്ട എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന, അങ്ങനെ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. ശമ്പളം കൊടുക്കാത്തതിന്റെ പേരിൽ എത്രയോ സമയത്ത് KSRTCയിൽ വലിയ സമരങ്ങൾ ഉണ്ടായതായിട്ട് അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. പുതിയ രീതിയിലുള്ള വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകും. ഇപ്പൊ ടൂറിസം പരിപാടികൾ ഉണ്ടാവുന്നു. പിന്നെ ഈ നഗരത്തിനകത്തിനുള്ള ഈ പുതിയ ബസ്സുകളൊക്കെ വെച്ചിട്ട് നഗരം കാണലിനുള്ള സംവിധാനങ്ങളുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ട ഫണ്ട് വേണം. അവിടുത്തെ ജീവനക്കാർക്ക് അസംതൃപ്തി ഇല്ലാത്ത രൂപത്തിൽ പോകണം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ വസന്ത്, നമുക്കറിയാം ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അദ്ദേഹം മിതഭാഷിയെന്നോ കാര്യമാത്ര പ്രസക്തമായി മാത്രം സംസാരിക്കുന്ന ആളോ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരാളാണ്. ഒരിക്കലും അതിനാടകീയമായൊന്നും സംസാരിക്കുന്ന ഘട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം ഇന്ന് ഒരു കാര്യം പറഞ്ഞു: കേരളത്തിൽ നമുക്ക് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും രാഷ്ട്രീയമായി പരസ്പരം ഫൈറ്റ് ചെയ്യാം, അതിന് കേരളമുണ്ടാകണം, അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് സമരം ചെയ്യുക കൂടി വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരുമിച്ച് സമരം ചെയ്യുക, പരസ്പരം സമരം ചെയ്യുക, അതൊരു അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിലുണ്ടായിരുന്നൊരു സന്ദേശമാണ് എന്നെനിക്ക് തോന്നുന്നു. അത് പ്രതിപക്ഷത്തിനും ഇവിടെയുള്ള മറ്റു ചേരികൾക്കും ഒക്കെ ബാധകമാണ്. വസന്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, NBC അങ്ങ് എനിക്ക് അഞ്ചപ്പത്തിൽ നിന്ന് തന്ന സമയത്തിൽ അങ്ങ് ഒരുപാട് തവണ ഇടപെടരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ നിലപാടാണ് കോൺഗ്രസിനുള്ളത്. ഞങ്ങൾ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെതിരായി ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചാൽ ആയുധമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തെയും ഇവിടുത്തെ ജനങ്ങളെയും കൂടെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ കേന്ദ്ര അവഗണനയിൽ നിലപാട് സ്വീകരിച്ചാൽ ഞങ്ങൾ ആ കൂടെ ഉണ്ടാവും. അതിന് സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ധവളപത്രം പുറത്തിറക്കുക. 2, സംസ്ഥാനം പിരിച്ചെടുക്കാനുള്ള കോടിക്കണക്കിന് രൂപയുടെ CNTG റിപ്പോർട്ടുണ്ട്. അത് ഞാൻ തുടക്കം തൊട്ട് പറയാൻ ശ്രമിച്ചിരുന്നു. ആ CNTG റിപ്പോർട്ടിന്റെ വലിയ കണക്കുകളുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങേക്കും അറിയാമല്ലോ, ബാർ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള TOT മുതൽ സ്വർണ്ണ ജുവലറികളിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള KGST വരെ വലിയ എമൗണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് കളക്ട് ചെയ്യപ്പെടാനുള്ളത്. അത് കളക്ട് ചെയ്യാനുള്ള ആർജവും കൂടി കാണിച്ചിട്ട് വേണം നമ്മൾ കേന്ദ്രത്തിനെതിരെ വിമർശനം ഉന്നയിക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ കേന്ദ്രത്തിന്റെ അടുത്ത് പോയി നിങ്ങൾ ഇത് തരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതെന്താ പിരിക്കാത്തത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട MLA ശ്രീ K. ബാബു, അദ്ദേഹം K. ബാബു ആണെങ്കിൽ അദ്ദേഹം സ്വപ്ന ലോകത്തെ ബാലഭാസ്കർ എന്ന ഒരു ടാഗ് ലൈന് അർഹനാണ് എന്ന് തോന്നുന്നു. അദ്ദേഹം വളരെ കേരളത്തിൽ എത്ര വികസനമാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങ് സർക്കാർ ആശുപത്രികളിലേക്കോ KSRTCയിലേക്കോ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KSRTC ഇവിടെ നിന്ന് പോകണമെന്ന ആഗ്രഹമുള്ള ആൾ തന്നെയാണ് ഞാൻ. ദീർഘദൂര സർവീസുകൾക്ക് KSRTC സാധാരണ പ്രൈവറ്റുകാരെക്കാട്ടിലും കൂടുതൽ സെസ് മേടിക്കുന്നതും ഈ സർക്കാരിന്റെ കാലത്ത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഇത് നിന്നു പോകണമെന്നും ശമ്പളം കൊടുക്കണമെന്നുള്ള നിലപാട് തന്നെയാണ് എനിക്കുമുള്ളത്, കോൺഗ്രസ് പാർട്ടിക്കുമുള്ളത്. പക്ഷേ അതിന് ഫണ്ട് കൊടുക്കുന്നത് വലിയ മേന്മയെ കാണുന്നത്. അത് ഏത് സർക്കാരാണെങ്കിലും ഫണ്ട് കൂടുതൽ അലോക്കേറ്റ് ചെയ്യേണ്ടി വരുന്നത് ആ സംവിധാനത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആ വകുപ്പിനും ആ മന്ത്രിക്കും സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ്. അത് നോട്ട് ചെയ്യേണ്ട പോയിന്റാണ്. 2, GST അടക്കം KGST അടക്കം പിരിച്ചെടുക്കാനുള്ള പണം, ആ തുക അത് പിരിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഇതാ കേന്ദ്രം തരുന്നില്ലേ എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന്റെ വാതിൽ മുട്ടാൻ എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. യെസ്, സജീവൻ, താങ്കളുടെ വസന്ത് പറഞ്ഞ കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് പിരിച്ചെടുക്കേണ്ട നികുതിയും മറ്റും പിരിച്ചെടുക്കുക സ്വാഭാവികമാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കേന്ദ്രം എങ്ങനെയാണ് നിങ്ങൾ പിരിച്ചെടുത്തിട്ട് അതിനുശേഷം ഞങ്ങൾ തരാമെന്ന് പറയുക, ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട തുക എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല. മോദിയുടെ ഉറപ്പ് എന്ന് പറഞ്ഞ് നമ്മുടെ പ്രധാനമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ. ഒരു വ്യക്തിയുടെ ഉറപ്പല്ല ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നടപ്പാവേണ്ടത്. അവിടെ ഫെഡറൽ സംവിധാനം നിലനിൽക്കണമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട വിഹിതം, സംസ്ഥാനങ്ങൾക്കിടെ അവകാശം സ്വാഭാവികമായിട്ടും അനുവദിച്ചു കൊടുക്കാനുള്ള ബാധ്യത കേന്ദ്രത്തിനുണ്ട്. അത് തരാതിരിക്കുമ്പോൾ
നിങ്ങളിത് പിരിച്ചെടുത്തതിന് ശേഷം അവിടുന്ന് ചോദിക്കാൻ ഞങ്ങളും കൂടാന്നല്ലേ പറയേണ്ടത്. ഇവിടെ പിരിച്ചെടുക്കേണ്ട കാര്യങ്ങൾ അതിനാണ് നേരത്തെ പറഞ്ഞ കാര്യം. ബാബു, താങ്കൾ അവസാനിപ്പിക്കുക. സജീവൻ, സമയമില്ലാത്തത് കൊണ്ടാണ്. സ്വപ്നലോകത്തിന്റെ ബാലഭാസ്കരനല്ല, യാഥാർത്ഥ്യബോധത്തിന്റെ ഉൾക്കരുത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ് ഞാൻ. അതിൽ അഭിമാനിക്കുന്നു. ഇന്ത്യ രാജ്യം വികസനത്തിൻ്റെ മുരടിപ്പിലേക്കും ക്ഷേമ പ്രവർത്തനങ്ങളുടെ തകർച്ചയിലേക്ക് പോകുമ്പോഴും അതിനെയെല്ലാം സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായതിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ്. മറ്റൊന്ന് കാര്യം, ഞാൻ UDFൻ്റെ ഭരണകാലത്തെക്കുറിച്ചൊന്നും പറയാതെ പോയതാണ്. എത്ര ദിവസം അവിടെ ട്രഷറി അടച്ചുപൂട്ടിയത്, വണ്ടി ചെക്ക് കൊടുത്തത്, സ്കാനർ കേടാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് മാറിയില്ലേ. DMRCക്ക് നൽകിയ 367 കോടി രൂപ അവർ തിരിച്ചു പിടിച്ച്, അത് ഹഡ്കോൻ്റെ 50 കോടി പിടിച്ചു. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം പറയാതിരുന്നതാണ്. കാരണം നമുക്കെല്ലാവർക്കും ഒന്നിച്ച് മുന്നോട്ട് പോകണം. ഈ കേരളം മറ്റേതൊരു സംസ്ഥാനങ്ങൾക്കൊപ്പമല്ല, നവകേരള സൃഷ്ടിക്ക് യൂറോപ്യൻ രാജ്യങ്ങൾക്കൊപ്പം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ കക്ഷികളുടെ അഭിപ്രായ ഭിന്നതകൾ മറന്ന് ഈ രാജ്യത്തിന് വേണ്ടി, സംസ്ഥാനത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട കാലമാണിത്. കേന്ദ്രം വഴിമുടക്കികളായി, ശകുനികളായി നിൽക്കുമ്പോൾ അവർക്ക് ഓശാന പാടുകയല്ല, അതിനെതിരെ പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞ ഫെബ്രുവരി മാസം 8-ന് എനിക്ക് ഓർമ്മയുണ്ട്, 2023-24 കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് മാർച്ച് നടത്തി, സമരം നടത്തി. ഇന്ത്യയിലെമ്പാടുമുള്ള പല മുഖ്യമന്ത്രിമാരും പിന്നെ MP-മാരും പങ്കെടുത്തു. ഈ കേരളത്തിൽ നിന്ന് അന്നുണ്ടായിരുന്ന 18 MP-മാരിൽ ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയോ? അവരാണോ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ നമുക്ക് പ്രതിരോധം തീർക്കണം, ക്രിയാത്മകമായ മുന്നേറ്റമുണ്ടാക്കാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഇതാണ് എനിക്ക് അവരോടുകൂടെ അഭ്യർത്ഥിക്കാറുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ. എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോവുക എന്നതിനെക്കുറിച്ചുള്ള ചർച്ച. അതാണ് ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ തുടങ്ങി വെച്ചത്, ഭരണപക്ഷം മുഴുമിപ്പിച്ചത്. അതുതന്നെയാണ് ഈ ചർച്ചയിൽ ഞങ്ങളും മുന്നോട്ട് കൊണ്ടുപോയത്. 3 അതിഥികൾ ഉണ്ടായിരുന്നു. അവർ അവരുടെ വാദങ്ങൾ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. വളരെ നിലവാരമുള്ള, ഉൾക്കാമ്പുള്ളൊരു ചർച്ച കാഴ്ചവെക്കാൻ സഹകരിച്ചതിന് കെ ബാബു MLA-യോടും അഡ്വക്കേറ്റ് വസന്ത് സിറിയക്കിനോടും സജീവനോടും ഞാൻ നന്ദി പറയുകയാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ അവസാനിക്കുന്നു.